എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഒരു വലിയ വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഭവം ഇതാണ്: എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ആ സിനിമയ്ക്കകത്ത് ക്രിസ്ത്യാനികളെയോ ക്രിസ്തുവിനെയോ ഒക്കെ അവഹേളിക്കുന്ന വിധത്തിൽ ഏതാണ്ടൊക്കെ കാര്യങ്ങളുണ്ട് എന്നാണ് അത് കണ്ടവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പേരിൽ ഏതാണ്ടൊക്കെ വിവാദങ്ങൾ നടക്കുകയാണ്. ക്രിസ്ത്യാനികൾക്കെതിരെയാണ് സിനിമ, അതല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ആരാധിക്കുന്ന ദൈവത്തിനെതിരായിട്ടാണ് അതിനകത്തുള്ളത്. അതിനകത്ത് ക്രിസ്തുവിൻ്റെ ക്രൂശ് എന്ന ചിഹ്നത്തെ ഏതാണ്ട് വികലമാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാരിങ്ങനെ ഭയങ്കരമായിട്ട് ഒരു വക വയലൻ്റ് മൂഡിലാണ് ആയിരിക്കുന്നത്. അപ്പോൾ ചില എന്താ പറയുക, അച്ഛന്മാരുടെയൊക്കെ പ്രതികരണങ്ങൾ, വൈദികരുടെ പ്രതികരണങ്ങളൊക്കെ ഇങ്ങനെ യൂട്യൂബിലൂടെയൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇങ്ങനെയുള്ള സിനിമകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നില്ല എന്നങ്ങ് വിചാരിച്ചാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ. ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, സിനിമ എന്ന് പറയുന്നത് നമ്മൾക്കറിയാം അതൊരു വാണിജ്യ മേഖലയാണ്, അല്ലേ? ഒരു ബിസിനസ് മേഖലയാണ്. അതിനകത്ത് അവരുടെ ബിസിനസ്സിന് ഏതൊക്കെ വിധത്തിൽ അവർക്ക് ലാഭം ഉണ്ടാക്കുവാൻ കഴിയുമോ ആ വിധത്തിലൊക്കെ അവരതിനകത്ത് കളിച്ചുകൊണ്ടിരിക്കും. അതിനകത്ത് ഇന്ന മതമെന്നോ ഇന്ന ജാതിയെന്നോ അല്ലെങ്കിൽ ഇന്ന രാഷ്ട്രീയ പാർട്ടിയെന്നോ ഉള്ള ഒരു നോട്ടമൊന്നും അവർക്കില്ല. അവരുടെ ലക്ഷ്യം എന്താണ്? അവർ സിനിമ ഇറക്കിയിരിക്കുന്നു, അതിനവർക്ക് മാക്സിമം മുടക്ക് മുതൽ അതിൻ്റെ ഇരട്ടിയായിട്ട് അവർക്ക് ലഭിക്കണം. അതാണ് അവരുടെ ചിന്ത. അതിനു വേണ്ടിയിട്ട് അവർ പല കാര്യങ്ങളും അതിനകത്ത് എന്താ പറയുക ഉണ്ടാക്കും. അതിനകത്ത് പല എന്താ പറയുക വിമർശനങ്ങൾ ഉണ്ടാകും, പല വിധത്തിലുള്ള കാര്യങ്ങളുണ്ടാകും. അതിനെ ജസ്റ്റ് സിനിമയായി തന്നെ കണ്ട് അതിനെ അങ്ങ് തള്ളിക്കളയാൻ മാത്രമേ ഉള്ളൂ. കാരണം എന്താണ്? നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പ്രതികരിക്കാൻ പോകുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളുടെ ദൈവം ആരാണ്? നമ്മൾ ആരാധിക്കുന്ന ദൈവം ആരാണ്? നമ്മൾ ആരാധിക്കുന്ന ദൈവം ജീവനുള്ള ഒരു ദൈവമാണല്ലേ? ആ ദൈവത്തെ കേവലം ഒരു മനുഷ്യൻ, രണ്ട് കാലും രണ്ട് കൈയുമുള്ള നമ്മളെയൊക്കെ പോലെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു കുറച്ചു കൂട്ടം വ്യക്തികൾ ചേർന്നും എന്തെങ്കിലും ചെയ്തു കാണിച്ചു എന്നതിൻ്റെ പേരിൽ നമ്മൾ ആരാധിക്കുന്ന ദൈവം ദൈവമല്ലാതാകുമോ? ഇല്ല. ആ ദൈവത്തിൻ്റെ ശക്തി ചോർന്നു പോകുമോ? ഇല്ല. ഇനി ആ ദൈവത്തിൻ്റെ ഐഡൻറ്റിറ്റിക്ക് മാറ്റം വരുമോ? ഒന്നും സംഭവിക്കത്തില്ല. പിന്നെ ആർക്കാണ് വിഷയം? നമ്മൾക്കാണ് വിഷയം. നമ്മളത് കാണുന്നില്ല എന്ന് വിചാരിച്ചാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ. ഓർക്കുക, ഏതൊരു കാര്യത്തിനും നമ്മൾ പബ്ലിസിറ്റി കൊടുക്കുമ്പോഴാണ്, പ്രത്യേകിച്ച് സിനിമ പോലെയുള്ള വിഷയങ്ങൾ ജനം അത് കണ്ട് അതിനെ പ്രതികരിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? അവർക്കതിൻ്റെ പബ്ലിസിറ്റി കിട്ടുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ അവരെന്തെങ്കിലും കാണിക്കട്ടെ. കാരണം ദൈവത്തെ അറിയാത്ത മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ വിധത്തിൽ അവർ കാണിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനെതിരെ പ്രതികരിച്ച് നമ്മളും അത്രയും അവരെ പോലെ തന്നെ നമ്മളും എന്താണ്, നമ്മൾക്ക് ദൈവത്തെ അറിയാത്തവരാണ് എന്ന് നമ്മൾ കാണിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണ്? നമ്മൾ ദൈവത്തെ അറിഞ്ഞു അല്ലെങ്കിൽ ദൈവത്തെ നമ്മൾക്ക് അറിയാം എന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ ക്രിസ്ത്യാനികൾ മുൻപോട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മളുടെ പ്രതികരണം കാണുമ്പോൾ എന്താണ് അതിനകത്ത് മനസ്സിലാകുന്നത്? നമ്മളുടെ ദൈവത്തെ വേണ്ടുന്നത് പോലെ നമ്മൾക്ക് അറിയത്തില്ല, നമ്മളുടെ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മൾക്ക് അറിയത്തില്ല എന്നുള്ളൊരു ധാരണയിലേക്കാണ് നമ്മളൊക്കെ എത്തിച്ചേരുന്നത് എന്നുള്ള യാഥാർത്ഥ്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കണം? ആരെന്ത് പറഞ്ഞാലും അനാദി മുതലുള്ള നമ്മളുടെ ദൈവം, അല്ലേ? മാറ്റമില്ലാത്ത ദൈവം, സകലത്തെയും ഒരൊറ്റ വാക്കിനാൽ ഉളവാക്കിയ ദൈവം, അല്ലേ? അത്ഭുത മന്ത്രിയായ ദൈവം, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു, അല്ലേ? എത്ര വിശേഷണങ്ങളാണ് നമ്മളുടെ ദൈവത്തിനുള്ളതല്ലേ? ഇനി അതിലെല്ലാം അപ്പുറമായിട്ട് ലോക ചരിത്രത്തിൽ, അല്ലേ, ഇന്നോളം ലോക ചരിത്രത്തിൽ മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റ അല്ലെങ്കിൽ തൻ്റെ രക്തം കൊടുത്ത് ഒരു ജനത്തെ വീണ്ടെടുത്തിയ ഒരു ദൈവം വേറെ ഏതെങ്കിലും ഉണ്ടോ? വേറെ ഏതെങ്കിലും ചരിത്ര പുസ്തകങ്ങളിൽ നമ്മൾക്കതിനെ കാണുവാനായിട്ട് കഴിയുമോ? ഇല്ല. നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിന് മാത്രമേ സ്വന്തം ജീവൻ ബലി കൊടുത്ത് നമ്മളെയൊക്കെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു ക്രെഡിറ്റ് ഉള്ളൂ, അല്ലേ? വേറെ ആർക്കുമില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. പിന്നെ നമ്മൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് ഒരു സിനിമ ഇറക്കിയാൽ തകർന്നു പോകുന്നതല്ല ക്രിസ്ത്യാനിറ്റി. കാരണം നമ്മൾക്കറിയാം ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് എന്താണ്, അല്ലേ? ക്രിസ്തു വില കൊടുത്തുണ്ടാക്കിയതാണ്, അല്ലേ? ക്രിസ്തു വില കൊടുത്ത് സമ്പാദിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് എന്തും ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. അത് കേവലം നമ്മളെപ്പോലെ തന്നെ ശ്വസിക്കുകയും ഭക്ഷണം കഴിക്കുകയും കിടന്നുറങ്ങുകയും രോഗം വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോവുകയും ചെയ്യുന്ന സാധാരണ മനുഷ്യന്മാർ വിചാരിച്ചാൽ തകർത്ത് കളയാൻ പറ്റുന്നതാണോ? അല്ല. കാരണം നമ്മൾക്കറിയാം ഈ ലോകത്തിൽ ക്രിസ്ത്യാനിറ്റിയെ അടിച്ചമർത്താൻ എത്രത്തോളം ആൾക്കാർ ശ്രമിച്ചു, അതിൻ്റെ ഇരട്ടിയായിട്ട് ക്രിസ്ത്യാനിറ്റി വളർന്നിട്ടേ ഉള്ളൂ, അല്ലേ? നമ്മൾക്കറിയാം ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം എടുത്താൽ അവരെ പോലെ തകർന്ന് തരിപ്പണമായൊരു ജനം വേറെ ഉണ്ടായിരുന്നു? ഇല്ലായിരുന്നു, അല്ലേ? അവർക്ക് നമ്മൾക്കറിയാം ഹിറ്റ്ലർ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി, അദ്ദേഹം എന്തെല്ലാം അവർക്കെതിരെ ചെയ്തു കൂട്ടി, അല്ലേ? അവരെ ഇതിനകത്തൊക്കെ ഇട്ട് ഗ്യാസ് ചേംബറുകളിൽ വരെ ഇട്ട് അവരെ
കൊല്ലാക്കൊല ചെയ്ത് വിട്ടു അല്ലേ. എത്ര ആൾക്കാരുടെ ജീവൻ പോയി. എല്ലാവരും വിചാരിച്ചു ഇസ്രായേൽ തീർന്നു 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 എന്ന് വിചാരിച്ചെടുത്ത് ദൈവത്തിൻ്റെ വചനം അല്ലേ, എസെക്കിയേലിൻ്റെ പുസ്തകം 37-ാം അധ്യായത്തിനകത്ത് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. അസ്ഥി താഴ്വരയാണല്ലേ, അത് ശരിക്കും ആയിരുന്നു അല്ലേ. ഇസ്രായേലിൻ്റെ ചരിത്രം അതായിരുന്നു. അവർ ശരിക്കും ഒരു അസ്ഥി താഴ്വര പോലെയായിരുന്നു. എന്ന് വെച്ചാൽ വെറും അസ്ഥികൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് ജീവൻ വെക്കുമെന്ന് ആരും വിചാരിച്ചില്ല. എന്നാൽ ദൈവം അവിടെ നിന്ന് എസെക്കിയേൽ എന്ന പ്രവാചകൻ്റെ അടുത്ത് പറഞ്ഞു, എസെക്കിയേലെ പ്രവാചകനെ നീ അസ്ഥികളെ നോക്കി പ്രവചിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രവചിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ്, അതൊരു കുറേ ഒരു സൈന്യമായിട്ട് എഴുന്നേറ്റു എന്നാണ് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അല്ലേ. വിശുദ്ധ ബൈബിളിനകത്ത് നമ്മൾ വായിക്കുന്നത് എന്ന് പറയുന്നത് പോലെ അത് ഇസ്രായേലിൻ്റെ ചരിത്രം തന്നെയാണ് പറയുന്നത് അല്ലേ. ഇസ്രായേൽ ചിതറിപ്പോയി, ഇനി ഒരിക്കലും അങ്ങനെ ഒരു രാഷ്ട്രം ഉണ്ടാകത്തില്ല, അങ്ങനെ ഒരു ജനത ഇനി ഭൂമിയിൽ അവശേഷിക്കില്ല എന്ന് പറഞ്ഞെടുത്താണ് ഇന്ന് ഇസ്രായേൽ എന്ന കൊച്ചു രാഷ്ട്രം ഇന്നും ഒന്നാമതെത്തി നിൽക്കുന്നതല്ലേ. എല്ലാവരും ഭയപ്പെടുന്ന വിധത്തിൽ ഇസ്രായേൽ ഇന്ന് വളർന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പിന്നിലെടുത്ത ചരിത്രം ഏതാണ്? അവരുടെ കഴിവ്, അവരുടെ മിടുക്ക് വല്ലതുമാണോ? ഒന്നുമല്ല, ദൈവത്തിൻ്റെ ആ ഒരു സംരക്ഷണം അല്ലേ. അവരെ ആരാധിക്കുന്ന ദൈവം ആരാണ്? നമ്മൾ ആരാധിക്കുന്ന ദൈവം അല്ലേ, നിത്യപിതാവാം ദൈവം. ആ ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ടാണ്, യഹോവയാം ദൈവത്തെ അവർ ആരാധിക്കുന്നത് കൊണ്ടും ആ ദൈവത്തെ അവർ വിളിച്ചപേക്ഷിക്കുന്നത് കൊണ്ടും ഇന്നവർ കുറച്ചാവരും യേശുക്രിസ്തുവിനെ അംഗീകരിച്ചിട്ടില്ല. എന്നാൽ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്ന നാളുകൾ അവരുടെ മുൻപിലുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു അത്തിയുടെ തളിർപ്പ് ദൈവം മാറ്റി വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ക്രിസ്ത്യാനിറ്റിനെ എങ്ങനെയൊക്കെ അടിച്ചമർത്താൻ നോക്കിയാലും അത് അമർന്നു പോകത്തില്ല. കാരണം എന്താണ്? ജീവിക്കുന്ന ഒരു ദൈവം അല്ലേ. നമ്മൾക്കൊരു വിശുദ്ധ ബൈബിളുണ്ട്. അതെന്താണ്? അത് പ്രവചന പുസ്തകമാണ്. ഇന്നലെ വരെ നടന്നത്, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇനി നാളെ നടക്കുവാൻ പോകുന്നതുമെല്ലാം വളരെ കൃത്യതയോടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമാണ് എന്തും വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ബൈബിളിന് മാറ്റം വരത്തില്ല. അതല്ലേ ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ആകാശം മാറിയാലും ഭൂമി മാറിപ്പോയാലും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു വള്ളിയോ പുള്ളിക്കോ മാറ്റം വരത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കുക, ഇങ്ങനത്തെ കേവലം ചെറിയ ചെറിയ കാര്യങ്ങളുടെ പുറകെ നമ്മൾ പ്രതികരിക്കുവാൻ പോയി കഴിയുമ്പോൾ നമ്മൾ ആരുമല്ലാത്തവരായി പോവുകയാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അവർ സിനിമ ഇറക്കി, അവർക്ക് പൈസയ്ക്ക് വേണ്ടി അവരിറക്കി. കാരണം അവർക്ക് അറിഞ്ഞുകൂടാ ഈ ദൈവത്തിൻ്റെ ശക്തി എന്താണെന്ന് അവർക്കറിഞ്ഞുകൂടാ. നമ്മൾക്കറിയാം, നമ്മൾക്ക് ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഈ പ്രതികരിച്ചുകൊണ്ട് നടക്കുന്ന വൈദികരുടെയൊക്കെ അവസ്ഥ ഓർത്തപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. കാരണം എന്താണെന്നറിയാവും, ദൈവത്തിൻ്റെ വചനത്തിനകത്ത് ദൈവം വ്യക്തമായി പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിലെ ഒരു 10 പ്രമാണത്തിനകത്ത് ഒന്നാമത്തെ പ്രമാണം എന്താ പറഞ്ഞിരിക്കുന്നത്? നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ വേറൊരു ദൈവം നിനക്കുണ്ടാകരുത്. താഴെ ഭൂമിയിലോ മീതെ സ്വർഗത്തിലോ ഒരെണ്ണത്തിൻ്റെയും പ്രതിമ നീ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായിട്ട് പല പല പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിട്ട് ഇത് കർത്താവാണ്, ഇത് ദൈവമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പുണ്യാളന്മാരുടെ അടക്കം കുറേ പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ മുൻപിൽ പോയി നമസ്കരിക്കുന്ന ഗതികെട്ട അവസ്ഥയാണിന്നും കത്തോലിക്കരും ക്രിസ്ത്യാനികളും ഒക്കെ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും നാണം കെട്ട ഏർപ്പാടൊന്നും അല്ലല്ലോ ഒരു സിനിമയ്ക്കകത്ത് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഓർക്കുക, നമ്മൾ എന്താണ്, നമ്മളുടെ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ആദ്യം ജീവിക്കുക, എന്നിട്ട് മതി മറ്റുള്ളവർ അല്ലേ. ദൈവത്തെ അറിയാത്ത ക്രിസ്ത്യാനികളല്ലാത്ത ആൾക്കാരും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അതിനെയെല്ലാം പ്രതികരിക്കേണ്ട, നമ്മൾ അതിൻ്റെ എല്ലാം പുറകെ പ്രതികരിച്ചു പോകേണ്ട കാര്യമില്ല. കാരണം നമ്മളിങ്ങനെ പ്രതികരിക്കുന്നു എന്ന് കണ്ടു കഴിയുമ്പോൾ അവർക്കതൊരു പ്രചോദനമാകും. അവർ വീണ്ടും 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 ഇറക്കും. കാരണം ഈ ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്? ബിസിനസ് എപ്പോഴും അവരൊരു വിവാദങ്ങളിൽ നിന്ന് അതിനകത്തൊരു ഒരു ഹൈപ്പ് ഉണ്ടാക്കിയെടുക്കാനാണ് അവരെപ്പോഴും ശ്രമിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കാതിരിക്കുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ളതിനെയൊക്കെ അവോയ്ഡ് ചെയ്തിട്ട്, താല്പര്യമുണ്ടോ സിനിമ കാണാൻ, താല്പര്യമുള്ളവർ പോയി സിനിമ കാണുക, അത് ആസ്വദിക്കുക, അത് അവിടെ കൊണ്ട് അവസാനിപ്പിക്കുക. പിന്നെ നമ്മളുടെ ഒരു റെഗുലറായിട്ടുള്ള ലൈഫ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ആദ്യമായിട്ടാണോ ക്രിസ്ത്യാനിറ്റിയും അല്ലെങ്കിൽ ക്രിസ്തുവിനെയൊക്കെ അവഗണിക്കുന്ന ഒരു സിനിമ ഇറങ്ങിയിട്ട്? ആദ്യമായിട്ടൊന്നുമില്ല. ഇതിനു മുൻപേ എത്ര 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 ഇറങ്ങിയിട്ടുണ്ട്. ഇനി ക്രിസ്ത്യാനികളെ മാത്രം അവഗണിച്ചുകൊണ്ടാണ് ആ സിനിമ ഇറങ്ങിയിരിക്കുന്നത്? അല്ല, എല്ലാ മതക്കാരെയും അവഹേളിച്ചുകൊണ്ടൊക്കെ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയക്കാരെയും അപമാനിച്ചുകൊണ്ട് സിനിമ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിലെല്ലാം നമ്മൾ അതിൻ്റെ എല്ലാം പുറകെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ വായിക്കുന്ന പുസ്തകം, നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിന് ഒരു ശക്തിയുമില്ല എന്ന് വരത്തില്ലേ അതിനകത്ത്. അതുകൊണ്ട് നമ്മളുടെ ദൈവത്തിൻ്റെ ആ ഒരു ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യുദ്ധത്തിന് ഇറങ്ങേണ്ട കാര്യമില്ല. പകരം എന്താണ്? നമ്മളുടെ ജീവിതം കൊണ്ട് നമ്മളത് തെളിയിക്കുകയാണ് വേണ്ടുന്നത്. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വചനത്തിന് അനുസൃതമായി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളിലൂടെ ദൈവത്തിൻ്റെ നാമമഹത്വം എടുക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അല്ലാതെ ഇതിൻ്റെയൊക്കെ പുറകെ പോയി പ്രതികരിക്കാൻ പോയിട്ട് എന്താണ്? നമ്മൾക്കറിയാം, ഇന്ന് എത്ര ക്രിസ്ത്യാനികൾക്ക് ഇന്ന് വിശുദ്ധ ബൈബിളിനകത്തെ അർത്ഥങ്ങൾ മനസ്സിലാകുന്നുണ്ട്? പകുതിയും മനസ്സിലാകുന്നില്ലല്ലേ. അപ്പോൾ പിന്നെ ഒരു വിശ്വാസവും ഇല്ലാത്ത ക്രിസ്ത്യാനികളല്ലാത്ത ഒരു കൂട്ടം സിനിമാക്കാർക്ക്
ബൈബിൾ വായിച്ചാൽ എന്തെങ്കിലും മനസ്സിലാകുമോ? ഒന്നും മനസ്സിലാകത്തില്ല. കാരണം എന്താണ്? ഈ വചനം, ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം നമ്മളിൽ ഉണ്ടാകണം. എന്നാലേ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അർത്ഥം നമ്മൾക്ക് മനസ്സിലാകത്തുള്ളൂ. അല്ലാതെ എത്ര PhD എടുത്തിട്ട് നമ്മൾ ഈ വചനം വായിക്കാൻ പോയാലും ഒന്നും നടക്കത്തില്ല. ദൈവം അത് നമ്മൾക്ക് വ്യാഖ്യാനിച്ച് തന്നാൽ മാത്രമേ നമ്മൾക്കതിൻ്റെ അർത്ഥങ്ങൾ പിടികിട്ടത്തുള്ളൂ, അതിനകത്തുള്ള യാഥാർത്ഥ്യങ്ങൾ നമ്മൾക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഓർക്കുക, ഒരു എമ്പുരാൻ ഇറങ്ങിയാലോ ഏത് സംഭവം ഇറങ്ങിയാലും അതുകൊണ്ടൊന്നും തീരുന്നതല്ല ക്രിസ്ത്യാനിറ്റി എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അനാവശ്യമായ വിവാദങ്ങളിലേക്ക് നമ്മൾ തലവെച്ച് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം സിനിമയുടെ വഴിക്ക് വിടുക, രാഷ്ട്രീയത്തെ അതിൻ്റെ വഴിക്ക് വിടുക. നമ്മളുടെ വിശ്വാസം അതിലൊക്കെ അപ്പുറമാണെന്നുള്ളൊരു തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകട്ടെ. നമ്മളുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണെന്നുള്ളൊരു തിരിച്ചറിവ് ആദ്യം തന്നെ നമ്മൾക്കുണ്ടാകണം. എന്നാലേ അതുകൊണ്ട് കാര്യമുള്ളൂ. നമ്മൾക്ക് ആ ഒരു തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ പോലെ ദൈവത്തെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കേണ്ട കാര്യമില്ല. ദൈവം നമ്മളെ സംരക്ഷിച്ചോളും. ദൈവത്തിൻ്റെ നാമം സംരക്ഷിക്കുവാൻ ദൈവത്തിന് നന്നായിട്ട് അറിയാം. പകരം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ക്രിസ്തുവിൻ്റെ അനുയായികൾ എന്ന് പറയുന്ന നമ്മൾ മൂലം ദൈവത്തിൻ്റെ നാമം ദുഷിക്കപ്പെടുവാൻ നമ്മൾ ഇടവരുത്താതിരുന്നാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞു വന്നത്? നമ്മളുടെ ദൈവത്തിൻ്റെ വചനം അല്ലേ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ രൂപത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലേ. ദൈവം ആരാണ്? ഞാൻ ഇതിനു മുൻപെയുള്ള വീഡിയോയിലൊക്കെ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദൈവം ആരാണ്? അത്ഭുത മന്ത്രിയാണ്, ആൽഫയാണ്, ഒമേഗയാണ്. എന്ന് വെച്ചാൽ ആദ്യനും അന്ത്യനും നമ്മളുടെ ദൈവം തന്നെയാണല്ലേ. ആ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ആ ദൈവത്തിൻ്റെ ആ ഒരു ഫിഗർ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അതുപോലെയുള്ള ഏതെങ്കിലും ഒരെണ്ണം ഇവിടെ ഉണ്ടാക്കി നമ്മൾ കണ്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടാക്കാൻ പറ്റുമോ? കാരണം ദൈവത്തിൻ്റെ വലം കയ്യിൽ 7 നക്ഷത്രങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു നക്ഷത്രത്തിനെ അതിൻ്റെ ശോഭയോടെ വരയ്ക്കുവാൻ പറ്റാത്ത നമ്മൾ ദൈവത്തിൻ്റെ ഒരു വലം കയ്യിൽ പിടിച്ചിരിക്കുന്ന 7 നക്ഷത്രത്തെ വരയ്ക്കുവാൻ നമ്മൾക്ക് കഴിയുമോ? കഴിയത്തില്ലല്ലേ. പിന്നെ സൂര്യനേക്കാൾ മുഖശോഭയേറിയവൻ, ഒരു സൂര്യനെ അതിൻ്റെ പ്രഭയോടെ വരയ്ക്കുവാൻ ഏതെങ്കിലും ഒരു ചിത്രകാരന് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ ആ ഒരു ദൈവത്തെ വരയ്ക്കാൻ ഒരു ചിത്രകാരനും കഴിയത്തില്ല. പകരം ഏതൊക്കെയോ വേറെ ചിത്രങ്ങൾ എടുത്തിട്ട് ഇത് ദൈവമാണ് എന്ന് പറഞ്ഞു നമ്മൾ ആരാധനാലയങ്ങളിൽ കൊണ്ടുവച്ച് അതിൻ്റെ മുൻപിൽ വണങ്ങുന്നത് അല്ലേ, എത്ര വലിയ പാപമാണ്. അപ്പോൾ അത്രയൊന്നും വരത്തില്ലല്ലോ ഒരു സിനിമയ്ക്കകത്ത് കാണിച്ചു കൂട്ടുന്നത്. അവരെ അറിയാത്ത മനുഷ്യരാണ് സിനിമ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ അറിയുന്ന മനുഷ്യർ, ദൈവത്തെ അറിയുന്ന മനുഷ്യർ, ദൈവത്തിൻ്റെ വചനം കയ്യിലുണ്ടായിട്ട് അത് വായിക്കുവാൻ സമയം കിട്ടാതെ ആരൊക്കെയോ പറഞ്ഞു വെച്ചിരിക്കുന്ന വിഡ്ഢിത്തരങ്ങളെ ഫോളോ ചെയ്യുന്ന ക്രിസ്ത്യാനികൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. നമ്മളുടെ ദൈവം ആരാണെന്നും ദൈവത്തിൻ്റെ രൂപം എന്താണെന്നും നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം. അല്ലാതെ കുറേ വിഗ്രഹങ്ങളുടെ മുൻപിൽ പോയി മുട്ടുമടക്കിയിട്ട് നമ്മൾ ക്രിസ്തുവിനെ സംരക്ഷിക്കാനും ക്രിസ്ത്യാനിയെ സംരക്ഷിക്കുവാനും നമ്മൾ ഇറങ്ങിത്തിരിക്കരുത് കേട്ടോ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ദൈവം ആരാണെന്നുള്ള തിരിച്ചറിവ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്നാൽ മാത്രമേ നമ്മളുടെ ക്രിസ്ത്യൻ ലൈഫിന് പൂർണ്ണത ഉണ്ടാകത്തുള്ളൂ. അവിടെയാണ് ദൈവം പ്രസാദിക്കുന്നത്, അവിടെയാണ് ദൈവം സന്തോഷിക്കുന്നത്. അല്ലാതെ നമ്മളുടെ ആരാധനാലയങ്ങൾക്കകത്ത്, നമ്മളുടെ ഭവനത്തിനകത്ത് എവിടെയുള്ള കുറേ വിഗ്രഹങ്ങളെ കൊണ്ട് തിരികെ വെച്ചിട്ട് ഇത് ദൈവമാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയും എന്നിട്ട് ആ ദൈവത്തെ സംരക്ഷിക്കാനാണെന്നും പറഞ്ഞുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങി നടക്കുകയും ചെയ്യുന്നതിനകത്തല്ല ദൈവത്തിൻ്റെ പ്രസാദം ഇരിക്കുന്നത്. നമ്മൾ ദൈവത്തെ തിരിച്ചറിഞ്ഞ് എന്താണ് നമ്മളുടെ ദൈവമെന്നും ആ ദൈവത്തിൻ്റെ ശക്തി എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നിടത്താണ് ഒരു ക്രിസ്ത്യാനിയുടെ ജയം ഇരിക്കുന്നത്. അവിടെയാണ് ദൈവം നമ്മളിൽ പ്രസാദിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ആരൊക്കെ എവിടെയൊക്കെ എന്തൊക്കെയോ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ചിലരൊക്കെ ഏതാണ്ടൊക്കെ പറയുകയാണ് ക്രിസ്തുവിനെതിരെയാണ്, ക്രിസ്ത്യാനിറ്റിക്കെതിരെയാണ്, ക്രൂശിനെതിരെയാണ് എന്നൊക്കെ പറയുന്നു. അവർക്ക് കിട്ടിയതനുസരിച്ച് അവർ ചെയ്യട്ടെന്നേ, നമ്മളതിൻ്റെ പുറകെ പോകാതിരുന്നാൽ പോരെ. നമ്മളുടെ ദൈവം ആരാണ്? നമ്മളുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഇനി അവർക്ക് ലൂസിഫറാണ് വലുതെങ്കിൽ അവർ ലൂസിഫറിൻ്റെ പുറകെ പോകട്ടെന്നേ. നമ്മളുടെ ദൈവം വലുതാണെന്ന് നമ്മൾക്കറിയാം. അത് നമ്മൾ ആരാധിക്കുന്ന ദൈവത്തെ നമ്മൾക്കറിയാം അല്ലേ. അതുകൊണ്ട് നമ്മൾ എന്താണ് ഇങ്ങനത്തെ വിവാദങ്ങളിൽ ചെന്ന് ചുമ്മാ തല വെച്ച് കൊടുത്ത് ചുമ്മാ ഇല്ലാത്ത ഹൈപ്പ് ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനെ സിനിമയുടെ വഴിക്ക് വിടുക. നമ്മളുടെ വിശ്വാസത്തെ അതുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യാതിരിക്കുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.